അല്ലാണ്ട് അറബികൾ ആരും അങ്ങനെ ഭാര്യയായിട്ട് ഈ വേറെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സെറ്റപ്പ്, ഒരു കീപ്പ് ഒക്കെ ആയിട്ട് അവർ ചിലപ്പോൾ കൊണ്ടുനടക്കുമായിരിക്കും. ഒരിക്കലും ഭാര്യയായിട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോവുക, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഭാര്യയായിട്ട് അംഗീകരിക്കുന്ന വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നിയമപരമായിട്ട് സർട്ടിഫിക്കറ്റുകൾ കള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും ഉണ്ടാകുമ്പോൾ വേറൊരു വിഷയമുണ്ട്. തലാലിൻ്റെ സ്വത്തിന് അവകാശിയാവുകയാണ് ഭാര്യയായിട്ട് ലീഗലി നമ്മൾ ഇതൊക്കെ ആവുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഏതെങ്കിലും അറബി തയ്യാറാവൂ? ഒട്ടും പ്രാപ്തിയാതൊരു സ്ത്രീയല്ല. ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ അന്യ രാജ്യത്തേക്ക് പോയാണ് ഒരു സ്ത്രീയാന്ന് പറഞ്ഞു. ഇത്രയും പൈസയും കൈ പിടിച്ചുകൊണ്ട്, അപ്പം അത്രയും ഹ്യൂജ് എമൗണ്ട് വരെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന, അത്രയും പ്രോഫിറ്റ് കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഒരു CEO ആണെന്ന് ഓർക്കണം നിമിഷപ്രിയ. അല്ലാണ്ട് ഒന്നും അറിയാത്ത കൈക്കുഞ്ഞൊന്നും അല്ല. അത്യാവശ്യം കഴിവും വിവരമുള്ള ഒരു സ്ത്രീയാണ്. അതല്ലാണ്ട് ഒന്നിനും കഴിവില്ലാത്ത ഒരു സാധാരണ ഒരു ജോലിക്ക് വീട്ടിലൊക്കെ ഗതാമയായിട്ട് പോയിരിക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾ ആരും നിമിഷപ്രിയെ കാണരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിമിഷപ്രിയയെ കുറിച്ചായിരുന്നു ആ വീഡിയോ. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ ലഭിക്കേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞ വീഡിയോയുടെ ആശയം. എന്നാൽ കുറേ ആൾക്കാർ അതിനകത്ത് വന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്, നിമിഷപ്രിയയുടെ കഥ അറിയാമോ, നിമിഷപ്രിയ അത് ചെയ്യാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, നിമിഷപ്രിയയ്ക്ക് ഒരു കാരണം ഉള്ളത് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തത്, നിങ്ങളാണ് ആ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ 100 അല്ല 110 അല്ല 1000 കണക്കിന് കഷ്ണങ്ങളായിട്ട് വെട്ടി തന്നെ അവൾ അതിക്രൂരമായിട്ട് അവിടെ കിടന്ന് പീഡിപ്പിച്ചിരുന്നു, അതുകൊണ്ട് കഥ അറിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി എന്താ പറയുക നിമിഷപ്രിയനെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ അതിനകത്ത് വന്നിരുന്നു. കാന്തപുരം ഉസ്താദ് ഇതിനകത്ത് ഇടപെട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു നിമിഷപ്രിയയ്ക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കൂടിയിട്ടുണ്ട്. ഇത്രയും നാളും നിമിഷപ്രിയനെ ആർക്കും വേണ്ടായിരുന്നു, പക്ഷേ ഇദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടതിന് ശേഷം കുറച്ചുകൂടെ സപ്പോർട്ട് ലെവൽ കൂടിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാവരും എന്നോട് ചോദിച്ചല്ലോ, നീ എന്തറിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ട്, നീ നേരിട്ട് പോയി കണ്ടോ, യമനിൽ പോയി കണ്ടോ, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് സംസാരിച്ചോ എന്നൊക്കെ ചോദിച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഭർത്താവുമായിട്ട്, അതായത് നിമിഷപ്രിയയുടെ ഭർത്താവുമായിട്ട് നേരിട്ട് സംസാരിച്ച ഒരാളുണ്ട്. അപ്പോൾ അയാളുടെ വീഡിയോ യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്തും നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്യാം. ആ ഒരു ചാനലിൻ്റെ പേര് ന്യൂസ് കേരള എന്നാണ് കേട്ടോ. ന്യൂസ് കേരളം ടുഡേ എന്നാണ് ആ ഒരു ചാനലിൻ്റെ പേര്. അപ്പോൾ അതിനകത്തുനിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടാണ് നമ്മൾ ശരിക്കും നോക്കാൻ പോകുന്നത്. ഇത് വിശകലനം ചെയ്ത് തന്നെ നോക്കാം. നിമിഷപ്രിയ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ഇനി ഞാൻ ഒരിക്കലും പറയത്തില്ല. നിമിഷപ്രിയയുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങൾ തന്നെ പറയാം. നിമിഷപ്രിയ ഇതുപോലെ 110 കഷ്ണങ്ങളായിട്ട് വെട്ടി അരിഞ്ഞ് ഒരാളെ കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, വിലയിരുത്താം. ഞാൻ ഇനി ഒന്നും പറയത്തില്ല. നിമിഷപ്രിയനെ തൂക്കിലേറ്റാനും പറയത്തില്ല, വധശിക്ഷയ്ക്ക് വിധിക്കാനും പറയത്തില്ല, ഒന്നും പറയത്തില്ല. തികച്ചും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വിട്ടു തന്നിരിക്കുകയാണ്. എന്തായിരുന്നാലും നമുക്ക് ആ ഇൻ്റർവ്യൂ ഒന്ന് കാണാം, ഒന്ന് പരിശോധിക്കാം. ഇത് ഏകദേശം 9 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റും കാര്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ വിശകലനമായിട്ട് നമുക്ക് നോക്കാം. അതിനകത്ത് ഇൻ്റർവ്യൂവർ ചോദ്യം ചോദിക്കുവാണ്. അതിന് നിമിഷപ്രിയയുടെ ഭർത്താവ് ഉത്തരവും പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് സംസാരിക്കാവേ. അതോടൊപ്പം തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു, വിവാഹം കഴിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നു. യഥാർത്ഥത്തിൽ 2011 നിമിഷപ്രിയയുടെ വിവാഹം കഴിയുന്നത്. അതിനുശേഷം ഇവർ ഫാമിലി ആയിട്ട്, അതായത് ഭർത്താവും ഭാര്യയും കൂടി യമനിലോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭർത്താവും പോയി, അവിടെ വെച്ച് കുഞ്ഞൊക്കെ ഉണ്ടാവുന്ന അവിടെ വെച്ചാണെന്നാണ് പറയുന്നത് ഇവര്. എല്ലാവരും 2014 ആയപ്പോൾ ഭർത്താവ് ഒറ്റയ്ക്ക് തിരിച്ചു പോന്നു, കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു പോന്നു. 2015 ഫസ്റ്റ് ടൈം തന്നെ വൈഫ് നാട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങളൊരു തീരുമാനപ്പെടുമ്പോൾ ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങാറുണ്ട്. അങ്ങനെ ഞങ്ങൾ 2015 നിമിഷപ്രിയ നാട്ടിലോട്ട് വരുവാണ്. അതിന് മുന്നേ തന്നെ ഇവരൊരു ഹോസ്പിറ്റൽ ഇടാൻ വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. അന്യ നാട്ടില്, യമൻ പോലൊരു നാട്ടില് ഒരു ഹോസ്പിറ്റൽ ഇടാൻ വേണ്ടി ഇവർ തീരുമാനം എടുക്കുകയാണ്. ആദ്യമേ പറയട്ടെ, ഇവരിപ്പോൾ താമസിക്കുന്നത് ഒരു ഒറ്റമുറി വാടക വീട്ടിലാണ്. അപ്പോൾ വലിയ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളൊരു ഫാമിലി അല്ല നിമിഷപ്രിയയുടെ. ഇപ്പോഴും അല്ല, പണ്ടും ആയിരിക്കില്ല. അത്രയും വലിയ സാമ്പത്തിക ശേഷി ഉള്ളതായിട്ട് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും ബാക്കി കേൾക്കാം. പൈസ ഞങ്ങൾ 2 പേരോടായിട്ട് 6-7 പേരോടായിട്ട് പൈസ കടം വാങ്ങി. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 5-8 പേരുടെ കയ്യിൽ നിന്നായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങി എന്നാണ്. യമൻ പോലൊരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റൽ നമ്മൾ തുടങ്ങണമെങ്കിൽ നല്ലൊരു ചിലവുണ്ട്. അതിൽ ചെറിയൊരു പൈസയുടെ എമൗണ്ട് പോരാ നമുക്ക് അവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെങ്കിൽ.
അതിപ്പോൾ വേറെ ഏത് അന്യ നാട്ടിലാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ തുടങ്ങണമെങ്കിൽ ഒന്നാമത്തേന് അവിടുത്തെ ഒരു പൗരൻ്റെ സ്പോൺസർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല ആ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ഒക്കെ ആകുമ്പോൾ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഒരു മെസ്സാണ് തുടങ്ങണമെങ്കിൽ വീട്ടിൽ നമുക്ക് തുടങ്ങാം. എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മതി. അതിന് സ്പോൺസറിൻ്റെ ഒരു അനുവാദമോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. പക്ഷേ ഇതൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഹോസ്പിറ്റൽ തുടങ്ങാൻ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വേണം. അതുപോലത്തെ ഒരു രാജ്യത്ത് അത്രയും വലിയൊരു എമൗണ്ട് ഇവരുടെ കയ്യിൽ ഉണ്ടായി എന്ന് തന്നെ പറഞ്ഞാൽ അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. നാട്ടിൽ ഹോസ്പിറ്റൽ തുടങ്ങുന്ന ഒരു സ്ഥലം വേണമല്ലോ, ഒരു ബിൽഡിങ് വേണമല്ലോ, അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല അവിടെ ഡോക്ടർ ഉണ്ടാവും, നേഴ്സ് ഉണ്ടാവും, അവർക്കെല്ലാം സാലറിയും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഒരു കരുതൽ വേണം. അതൊന്നും ഒരു 10 പൈസ നമ്മുടെ കയ്യിൽ സേവിങ്സും ഇല്ല, നമ്മുടെ കയ്യിൽ അവിടെ എടുക്കാനും ഇല്ല, ചിലവാക്കാനും ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ പോലത്തെ ഒരു സെറ്റപ്പ് ഒന്നും അവിടെ തുടങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹം സ്വരൂപിച്ച് കൊടുത്തതെന്നൊക്കെ പറഞ്ഞാൽ 75 ലക്ഷം രൂപ ഇയാൾ സ്വരൂപിച്ചിട്ടുള്ളത്. അതായത് നാട്ടിലെ പൈസയാണ്, ഇന്ത്യൻ റുപ്പീസാന്ന് ഓർക്കണം 75 ലക്ഷം രൂപ. അത് വേറൊരു നാട്ടിൽ പോയിട്ട് നമുക്ക് ഉള്ളിത്തോല് പോലും മേടിക്കാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെയാണ് ഹോസ്പിറ്റൽ പോലുള്ളൊരു ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിമിഷപ്രിയയുടെ മാത്രം തുകയായിരുന്നു, നിമിഷപ്രിയയുടെ മാത്രം എമൗണ്ട് ആയിരുന്നു, നിമിഷപ്രിയ സ്വയം സ്വരൂപിച്ച പൈസയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇവരാകെ സ്വരൂപിച്ച 75 ലക്ഷം രൂപയാണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതും മൊത്തമായിട്ട് കൊടുക്കാനും പറ്റിയില്ല കേട്ടോ. ലാസ്റ്റത്തെ ആ ഒരു ഗഡു കൊടുക്കണേക്കാളും മുമ്പ് തന്നെ കൊടുത്തപ്പോൾ തന്നെ യുദ്ധം തുടങ്ങിയെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരത്തി കുറേ എമൗണ്ട് കയ്യിൽ കൊണ്ടുപോകുമായിരുന്നാണ് പറയുന്നത്. അതായത് ഈ നാട്ടിൽ വന്ന സമയത്ത് കയ്യിലെ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു എമൗണ്ട് അവിടെ ചെന്നിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവില്ലേ? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കുമോ? വേറൊരു നാട്ടിലോട്ട് എമൗണ്ട് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സമ്മതിക്കുമോ? എനിക്കറിയാൻ പാടില്ല. ഫിസിക്കൽ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ. എനിക്ക് അറിയില്ല. ഇനി അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. കുറേ ആൾക്കാരോട് ഞാൻ അന്വേഷിച്ചു പോകണം, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. കുറച്ചൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ കുറച്ച് അയച്ചു കൊടുത്തത്, ബാക്കി എന്താ ഇങ്ങനെ കൊണ്ടുപോയേ? എനിക്കറിയത്തില്ല ഒന്നും. എന്തായാലും പുള്ളി എന്നെ പറഞ്ഞ നിങ്ങൾ കേട്ടോ. അല്ല, ഈ ഫണ്ട് നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്തു? കുറെ ഞങ്ങൾ നാശത്തെ പൈസ മാത്രം അയച്ചു കൊടുത്തു, ബാക്കി എല്ലാം കൊണ്ടുപോവുകയാണ്. വേറെ ഒരു വഴിക്കോടെ ഞങ്ങൾ അയച്ചു കൊടുത്തതും കൊണ്ടുപോയതുമായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ ആ പൈസ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അതിനെക്കുറിച്ച് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കൊണ്ടുപോയി എന്നങ്ങ് ഒപ്പിച്ചങ്ങ് പറഞ്ഞതിന് ശേഷം ഇവർ വെറുതെ കള്ളം പറയുന്നതാ. സത്യം പറഞ്ഞാൽ പൈസയൊന്നും കൊണ്ടുപോയില്ല. അയച്ചു കൊടുത്ത പൈസ എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ തുച്ഛമായിട്ടുള്ളൊരു തുകയാണ് ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇവർ അയച്ചു കൊടുത്തിട്ടില്ല. അതാണ് സത്യം. അതാണ് പുള്ളി കിടന്ന് തരികിട തോം കളിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞു വരുന്നത് 2015 പോലുള്ള കാലഘട്ടത്തിൽ യമൻ പോലൊരു രാജ്യത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ വേണ്ടി 75 ലക്ഷം രൂപ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? യമനിൽ 2015 ഉള്ള ആൾക്കാർ വീഡിയോ കണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് അടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു കഫ്തീരിയ പോലും തുടങ്ങാൻ പറ്റില്ല എന്നാണ് എനിക്കറിയാവുന്ന അറിവ് വെച്ചിട്ട് ഞാൻ പറയണം. അങ്ങനെ പറ്റത്തില്ല. അത്രയും രൂപ പോരാ അതിന്. 75 ലക്ഷം രൂപ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 5 ദിവസം ചായ കുടിച്ചാൽ തന്നെ തീർന്നു പോകാന്നുള്ള എമൗണ്ടേ ഉള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലോട്ട് 75 ലക്ഷം രൂപ കൺവേർട്ട് ചെയ്യാൻ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ നേരത്ത് കുറേ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു കേട്ടോ. നിമിഷപ്രിയയെക്കുറിച്ച് കുറേ വീഡിയോസ്, ഫീച്ചേഴ്സ് എല്ലാം ഞാൻ സെർച്ച് ചെയ്തിരുന്നു. കുറേ ന്യൂസുകൾ എല്ലാം ഓൾമോസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് ആകെ ഒരു പ്രശ്നം, എനിക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ഇൻ്റർവ്യൂ ആണ് വന്നത്. ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തപ്പോൾ എനിക്ക് ആകെ ഒരു ഇതായിട്ട് തോന്നി എന്ന് വെച്ചാൽ ഇതിനകത്തൊരു മ്യൂസിക് ഇങ്ങനെ ഓടുന്നുണ്ട്. അത് മാത്രം ഒരു അരോചകരമായിട്ട് തോന്നി. പക്ഷേ ഇതിനകത്ത് കറക്റ്റായിട്ടാണ് ഇൻ്റർവ്യൂവർ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങളെല്ലാം പക്കയാണ്, അസ്ഥാനത്തുള്ള ചോദ്യങ്ങളാണ്. ഏതൊരു സാധാരണക്കാരനും അതല്ലെങ്കിൽ ഏതൊരു കണ്ടന്റ് ക്രിയേറ്റർക്കും തോന്നുന്ന ഒരു സാധാരണക്കാരന് തോന്നുന്ന ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. നിമിഷപ്രിയയുടെ ഭർത്താവിനെ കിട്ടിയിരുന്നത് ഞാൻ ചോദിക്കാൻ ഇരുന്ന ഒരു ചോദ്യം ഇപ്പം ഈ ഒരു പുള്ളി ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണക്കാരാണ്, ഓട്ടോ ഓടിക്കുന്ന ഒരാള്. അതിപ്പോ അങ്ങനെ 2 പേര് വലിയൊരു ഹോസ്പിറ്റൽ പ്രോജക്ട് തുടങ്ങാനുള്ള പിന്നിലുള്ള ഒരു കാര്യം അത് വലിയ ഹോസ്പിറ്റലൊന്നല്ല, ഒരു മീഡിയം. അത് വെറുതെ പറയുന്നതാണ്. മീഡിയം ഹോസ്പിറ്റലൊന്നല്ല, ഒരു നല്ല വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഞാൻ അതിൻ്റെ പിക്ചർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അത്രയും വലിയൊരു ഹോസ്പിറ്റൽ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അത്രയും വലിയ സമ്പാദ്യമൊന്നും ഇയാൾക്ക് ഇല്ല.
മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇവർ പോയേക്കാണ്, ഭാര്യയും ഭർത്താവും കൂടി അങ്ങോട്ട് പോയേക്കാണ് യമൻ പോലൊരു രാജ്യത്ത്. അവിടെ ചെന്ന് ഒരു കുട്ടിയൊക്കെ ഉണ്ടായി അവർക്ക് അവിടെ. അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആവത്തില്ലേ, അതിനൊക്കെ ചിലവും കാര്യങ്ങളും ഉണ്ടാവത്തില്ലേ. ഈ പറയുന്ന ആൾക്ക് അവിടെ പോയിട്ട് യമനിൽ പോയി വലിയ കാര്യമായിട്ടുള്ള തൊഴിലൊന്നും ഉണ്ടായിട്ടില്ല. വെൽഡറായിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വലിയൊരു ജോലിക്കാരനോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമോ ഒന്നുള്ള ഒരാളല്ല, അപ്പോൾ വലിയൊരു തുക കിട്ടിയിരുന്ന ഒരാളല്ല. ആകെ ഉണ്ടായിരുന്ന നിമിഷപ്രിയയ്ക്ക് മാത്രം നഴ്സായിട്ട് ഹോസ്പിറ്റലിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അവർക്ക് ഒരു ഭേദമില്ലാത്ത ഒരു തുക ഉണ്ടാവും. പക്ഷെ ഈ പറയുന്ന പോലെ 75-80 ലക്ഷം രൂപയൊന്നും മറയ്ക്കാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന നിമിഷപ്രിയയ്ക്കും കുടുംബത്തിനും ഇല്ല, തീർത്തുമില്ല. അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ് പുള്ളി പറയുന്നത്. അത് ശരിക്കും ഞാൻ അന്വേഷിച്ച് അറിഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ ഇനി നിമിഷപ്രിയ ന്യായീകരിക്കാനിരിക്കുന്നവർക്ക് ഇതൊക്കെ ഒരു ന്യായമായിട്ട് തോന്നുന്നുണ്ടാവും. എനിക്ക് വലിയ ന്യായമായിട്ട് തോന്നുന്നില്ല. അതെന്താ, നിമിഷപ്രിയ ഡോക്ടറൊന്നുമല്ല, അവരൊരു നേഴ്സാണ്. സാധാരണപ്പെട്ട ഒരു ഡോക്ടർമാർ പോലും ഇതുപോലെ സാഹസിക പരിപാടിക്ക് നിൽക്കാറില്ല. അപ്പോഴാണ് ഒരു നേഴ്സായിട്ടുള്ള നിമിഷപ്രിയ ഇതിലൊക്കെ നിന്നത്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ്, എന്ത് ബാക്കപ്പ് കണ്ടിട്ടാണ് നിമിഷപ്രിയ ഇത് നിന്നിട്ടുണ്ടാവുക? അത് തീർച്ചയായിട്ടും തലാലിനെ പോലെയുള്ള ഒരു സ്പോൺസർ ഉണ്ട്. തലാലിനെ ഇവർക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. അയാളുടെ പണം, അതിൻ്റെ ഒരു ബാക്കപ്പ് ഇവർ പ്രതീക്ഷിച്ചിരുന്നു. മേ ബി നിമിഷപ്രിയയുടെ ഈ ഭർത്താവിന് അറിയായിരിക്കും. അയാളിപ്പോൾ ഇരുന്ന് ഉരുളുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എനിക്ക് ഇതിനകത്ത് വലിയ കയമ്പും കായൊന്നും തോന്നിയില്ല. എന്തായാലും കേട്ട് നോക്കാം. അങ്ങനെയാണ് ഇത്ര 75 ലക്ഷം രൂപയും കടം മേടിച്ചത്. എന്നിട്ട് ഹോസ്പിറ്റൽ തുടങ്ങി. തുടങ്ങാൻ ഒരു കാരണമുണ്ട്. കാര്യം നിങ്ങളെ പേരിൽ തുടങ്ങാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു? ഞങ്ങൾക്ക് അവിടെ പരിചയമുള്ള ഒരു മരിച്ചുപോയ തലാൽ നോക്കി ഞങ്ങൾക്ക് പറ്റിയ ആളാണ്. അത് കൊല്ലപ്പെട്ട ആൾ. പേരെന്താണ്? പുതുമത്തി. അത് വൈഫിന്റെ കൂട്ടുകാരനായിരുന്നു. അല്ല, ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരുന്ന ഒരാളാണ്. അയാളും തലാലും ഭാര്യയും പിള്ളേരും, ചേട്ടനും ഭാര്യയും. ഈ തലാലിന് വേറെ ഭാര്യ മക്കളൊക്കെയാണ്. തലാലിന് വേറെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. നിങ്ങൾ നിമിഷപ്രിയയുടെ മകൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ അയാൾക്കും അവിടെ ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളെ ഇങ്ങനെ നിഷ്ഠൂരമായിട്ട് കൊലപാതകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ ക്ഷമിക്കണം നമ്മൾ വാദിക്കുന്നത് ശരിയാണോ? ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ തലാലാണ് ഈ നിമിഷപ്രിയയെ കൊന്നതെങ്കിൽ നമ്മൾ എന്താ വാദിക്കുക? അങ്ങോട്ട് വിട്ടേരെ തലാലിനെ എങ്ങനെയെങ്കിലും വിട്ടേരെ, തലാലിനെ ഒരു 10-20 വർഷം ശിക്ഷിച്ചിട്ട് ഈ ജയിലിലിട്ടിട്ട് നമുക്ക് തലാലിനെ തിരിച്ചു വിടാം, അങ്ങനെ ആരെങ്കിലും പറയുമോ? ഒരിക്കലും പറയത്തില്ല. അയാൾ അർഹിക്കുന്നതാണെങ്കിൽ ആ ശിക്ഷ കിട്ടട്ടെ എന്നേ പറയത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞെന്ന് പറയരുത് കേട്ടോ. ശിക്ഷിക്കാൻ ഞാൻ ഒന്നും പറയുന്നില്ല, ശിക്ഷിക്കാനും പറയുന്നില്ല, ശിക്ഷിക്കണ്ടെന്നും പറയുന്നില്ല. ഓക്കെ, എന്നിട്ട് നമുക്ക് പല ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് വരുന്ന നമുക്ക് അറിയാലോ ഒരാളെ പറ്റിയ സ്വഭാവം. ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് ലൈസൻസ് അവിടെ കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ ഈ മറ്റേ അറബികളായ അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു? തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ തുടങ്ങാൻ ഒരാളും റിക്വസ്റ്റ് ചെയ്ത ഉടനടെ അക്സെപ്റ്റ് ചെയ്യാനിരിക്കുമല്ല ഒരറബികളും. ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മളൊരു സ്പോൺസറെ വേണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്ത് മാത്രമാണ്. നമ്മളെ ഒരു ബന്ധമില്ലാത്തൊരു സ്പോൺസറാണെങ്കിൽ നമ്മൾ അവർക്ക് പൈസ തന്നെ കൊടുക്കണം. അവരുടെ ആ നാട്ടിലെ കൺവേർട്ട് ചെയ്ത് അവരുടെ നാട്ടിലെ എമൗണ്ട്, അവർ പറയുന്ന എമൗണ്ട് കൊടുത്താൽ മാത്രമാണ് ഒരു സ്പോൺസറായിട്ട് അവർ നിൽക്കത്തുള്ളൂ. അല്ല എങ്കിൽ പരസ്പരം വേറെ എന്തെങ്കിലും ബന്ധമോ ധാരണയോ വേണം. ഓക്കെ, അത് ഞാൻ ആദ്യമേ പറയുവാണേ. പൈസ മുഴുവൻ വ്യക്തിപരമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ വന്ന് എന്റെ കൂടെ പറയുന്നത് കേട്ടോ, വ്യക്തിപരമായിട്ട് ഇവർക്ക് അറിയാമായിരുന്നു. അതായത് നിമിഷപ്രിയ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തലാലും കുടുംബവും എല്ലാം വന്നിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. അങ്ങനെ നിമിഷപ്രിയ നന്നായിട്ട് അറിയാമായിരുന്നു. ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ അയാൾ അറിയില്ലായിരിക്കും. അയാളെ യാതൊരു പരിചയം ഉണ്ടാവില്ല. കാരണം ഇയാൾ അവിടെ വെൽഡറായിട്ടാണ് ജോലിക്ക് പോയിട്ടുള്ളത്. അതല്ലാണ്ട് ഇയാൾ ഹോസ്പിറ്റലിൽ നിൽക്കുകയല്ല, 24 മണിക്കൂർ നിമിഷപ്രിയയുടെ അടുത്ത് നിൽക്കുകയല്ല. നിമിഷപ്രിയക്ക് ഇയാളെ നന്നായിട്ട് അറിയാമോ? ഈ തലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ പേഴ്സണലി നന്നായിട്ട് അറിയാമോ? കൂട്ടുകാരനാണോ എന്നൊന്നും ഈ പറയുന്ന ഈ നിമിഷപ്രിയെ പുറത്തിറക്കാൻ ശ്രമിക്കുന്ന കുടുംബം അങ്ങനെ പറയുമോ? നമ്മൾ ഒരാളെ രക്ഷിക്കാൻ നോക്കുമ്പോൾ അയാൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള കൊടൂരമായിട്ടുള്ള കുറ്റവാളിയും കൂടി ആകുമ്പോൾ നമ്മൾ അവരെ രക്ഷിക്കാനുള്ള ഒരു പഴുതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശ്രമിക്കത്തുള്ളൂ. അതല്ലാണ്ട് അവർ കുറ്റം ചെയ്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്തായാലും പുള്ളി പറയുന്ന ബാക്കിയേക്കാം. കണ്ടോ, ഇയാള് ഈ പറയുന്ന തലാൽ എന്ന് പറയുന്ന ആള്, ഇവര് പറയുന്ന നിഷ്ഠൂരനും ക്രൂരനും ഭയങ്കര ഘാതകനുമായിട്ടുള്ള ഇയാള് ഇവരുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഈ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കൂടെ ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഇവർക്ക് ഭയങ്കര ജോളിയായിരുന്നു. അങ്ങനെ ഒരാൾ ആരെങ്കിലും വരും, ഒരു ബിസിനസ്, വേറെ ഒരു കേവലം ബിസിനസ് സ്പോൺസർഷിപ്പ് മാത്രമാണ് ബന്ധം എങ്കിൽ ആരെങ്കിലും വരുമോ? ഇഷ്ടം പോലെ മലയാളികൾ അന്യനാട്ടിൽ പോയിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങുന്നുണ്ട്. അവരുടെയൊക്കെ കൂടെ ഈ പറയുന്ന ഏതെങ്കിലും അറബികൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി കേരളത്തിലോട്ട് പോവുകയാണോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടാകത്തില്ല. ഒരു സ്പോൺസറും ഈ പറയുന്ന ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന ആ വ്യക്തി തമ്മിൽ അങ്ങനെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റോ ബന്ധങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇവർ തമ്മിൽ വേറെ എന്തോ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഇയാൾ നാട്ടിൽ വന്നിട്ടുണ്ടാവുക. അതല്ലാണ്ട് വേറെ ഈ പറയുന്ന ബിസിനസ് പരമായിട്ടുള്ള കാര്യം മാത്രമല്ല ഇതിനകത്ത് ഉള്ളത്. ഇപ്പം ഭർത്താവായതുകൊണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാൻ പറ്റത്തില്ല പുള്ളിക്ക്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണിത്. ഭാര്യയെ എങ്ങനെയും രക്ഷിച്ചു കൊണ്ടുവരണം എന്നുള്ള ചിന്താഗതിയാണ്. അതിന് നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. ഇനി ഈ പുള്ളി മാത്രമാണ് കേരളത്തിലോട്ട് വന്നത്, അല്ലാണ്ട് വൈഫോ ഫാമിലിയോ ഒന്നും കൊണ്ടല്ല തലാല് നാട്ടിലോട്ട് വന്നത്. നിമിഷപ്രിയെ വിശ്വസിച്ച് നിമിഷപ്രിയും തലാലുമാണ് ഒരുമിച്ച് നാട്ടിലോട്ട് വന്നത്. ഭർത്താവ് തന്നെ പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം നമുക്ക്. അതെ, പക്ഷെ അയാൾ തന്നെ കാര്യം വന്നല്ല, എന്റെ ഭാര്യയുടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒപ്പമാണ് കൂടെ വന്നത്. ഞങ്ങളുടെ കൂടെയാണോ? ഒരു മാസം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ആരൊക്കെ തിരിച്ചു പോയി? അത് പോയപ്പോ ഞാനും പോയി ചോദിച്ചിട്ട്. ഓ, അത് ശരി. അതായത് ഈ പറയുന്ന നിമിഷപ്രിയയുടെ ഭർത്താവും കുട്ടിയും ഒഴിച്ച് ബാക്കി ഈ തലാലും നിമിഷപ്രിയയും പിന്നെ ഒരു കൂട്ടുകാരിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ 3 പേരും കൂടി പോയി. അതായത് തലാല്, നമ്മൾ വിചാരിക്കും തലാലും കൂട്ടുകാരിയൊക്കെ വന്നിരിക്കും തലാലിൻ്റെ കൂടെ വന്ന കൂട്ടുകാരി അല്ല, നിമിഷപ്രിയയുടെ കൂട്ടുകാരിയാണ് വന്നത്. അതല്ലാണ്ട് തലാലുമായിട്ട് യാതൊരു ബന്ധമുള്ളൊരു വ്യക്തിയല്ല വന്നത്. ഈ പറയുന്ന തലാല് വന്നത് ആരുടെ കൂടെയാണ്? നിമിഷപ്രിയയുടെ കൂടെയാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഒരാൾ ചിന്തിക്കുമ്പോൾ വിചാരിക്കും തലാലിൻ്റെ ഇതിലും കൂട്ടുകാരിനെയും കൊണ്ടായിരിക്കും വന്നതെന്ന്. അല്ല. പക്ഷേ ഈ വീട്ടുകാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും നിമിഷപ്രിയയുടെ കൂട്ടുകാരിയല്ല തലാലിൻ്റെ വല്ല ഭാര്യയോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാമുകിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ തലാലും നിമിഷപ്രിയുമാണ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഊഹം പറയുവാണ് കേട്ടോ. ആണെന്ന് ഞാൻ പറയുന്നില്ല, പ്രേമത്തിലാണെന്നോ സ്നേഹത്തിലാണെന്നോ ഞാൻ പറയുന്നില്ല, ഒരു സാധ്യത മാത്രമാണ് പറയുന്നത്. ഇനി എൻ്റെ മേക്കിട്ട് കയറാൻ വരരുത്. പ്രത്യക്ഷത്തിൽ ഭാര്യയും തലാലും ഒക്കെ യമനിലോട്ട് പോവുകയും ചെയ്തു. ഈ പറയുന്ന ഭർത്താവും കുഞ്ഞുമൊക്കെ നാട്ടിൽ നിൽക്കേണ്ടിയും വന്നു. അതുമാത്രമല്ല, ഇവർക്കടക്കം വിസ അടിക്കാനുള്ള പൈസ വരെ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 75 ലക്ഷം രൂപയിൽ ഈ കുഞ്ഞിനും ഈ ഭർത്താവിനുള്ള വിസയുടെ പൈസ വരെയും അയച്ചു കൊടുത്തത് ഇദ്ദേഹമാണെന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതും മാത്രമല്ല, ഈ കൊച്ചിനെയും കൊണ്ട് ഈ പുള്ളി പോയി കഴിഞ്ഞാൽ, കൂടെ നിമിഷപ്രിയയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ സാധനങ്ങൾ മേടിക്കേണ്ടതിൻ്റെ പുറകെ ഈ കുഞ്ഞിനെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പറ്റണ്ട, നിങ്ങൾ ആ നാട്ടിൽ പോയിട്ട് ആ റൂമിൽ ഇരിക്കാമല്ലോ, ഈ കുഞ്ഞിനെ വെച്ചിട്ട് ആ റൂമിൽ ഇരിക്കാമല്ലോ. എന്തായാലും നിങ്ങൾ ഈ വിസയ്ക്കും ഇതിനൊക്കെയുള്ള പൈസ അയച്ചു കൊടുത്തല്ലേ, അപ്പം കയറി പോയാൽ എന്താ, പോയില്ലെങ്കിൽ എന്താണ്? ഇപ്പം എനിക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ന്യായീകരിക്കാൻ വേണ്ടി ഒരു സ്റ്റോറി, അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പറയാൻ വേണ്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പുള്ളി. ഇയാളാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആങ്കർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുള്ളിക്ക് ഇങ്ങനെ പറയുന്ന കാര്യം, ഒരാൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുഖത്ത് നോക്കി കള്ളം പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ കൂടുതൽ വിശദീകരണം ചോദിക്കുകയും ചെയ്യും. അപ്പം പുള്ളിക്ക് ഉത്തരം മുട്ടി പോകുന്നുണ്ട്. നിമിഷപ്രിയയുടെ ഭർത്താവ് പറയുന്ന അവിടെ യുദ്ധം വന്നു ആ കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് ഇവർക്കും കൊച്ചിനും അങ്ങോട്ട് പോകാൻ പറ്റാത്തതെന്നാണ് പുള്ളി ഒരു ന്യായീകരണമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടപ്പോൾ ഇവരുടെ ഒപ്പം പോയി കൂടായിരുന്നോ? ഇവർ പോയതല്ലേ, അപ്പം അതിൻ്റെ ഒപ്പം പോകണ്ടായിരുന്നോ? എന്തുകൊണ്ടായിരിക്കും പുള്ളി നാട്ടിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു ബിസിനസ് നമ്മൾ ചെയ്യാൻ നേരത്ത് മുൻപിട്ട് ഇറങ്ങേണ്ട ഒരു ആണായിരിക്കണമല്ലോ ഇങ്ങനെയുള്ളൊരു കേസിൽ. പ്രത്യേകിച്ച് അന്യനാട്, ഒരു ഭാര്യനെ മുൻനിർത്തിയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു ഭർത്താവ് തയ്യാറോ? ആ ഒരു സ്ത്രീ എന്തുമാത്രം പ്രഷർ അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ഒരു അന്യനാട്ടിലാണ്, പറ്റിക്കപ്പെടാം, അറിയാൻ പാടില്ലാത്തൊരു ഫീൽഡാണ്. ഹോസ്പിറ്റലൊന്നും മുന്നേ പരിചയമില്ലല്ലോ, ഒരു റണ്ണ് ചെയ്ത് പരിചയമില്ല. അപ്പോൾ ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, പൈസയുടെ കുറവുണ്ട് ഇവർക്ക്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു സ്ത്രീയെ തന്നേക്ക് വിട്ടിട്ടുണ്ടാവുക? അതാണ് എൻ്റെ മനസ്സിൽ വലിയൊരു ചോദ്യമായിട്ട് കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നിയോ? എനിക്കറിയില്ല, എൻ്റെ മനസ്സിൽ തോന്നിയ ചോദ്യമാണ് കേട്ടോ. അങ്ങനെ നിമിഷപ്രിയയും ഭർത്താവ് ഇവിടെ നാട്ടിൽ നിൽക്കും, നിമിഷപ്രിയ അങ്ങോട്ട് പോയേക്കണു. ആ ഒരു സാഹചര്യത്തിൽ ഈ നിമിഷപ്രിയ പോയതിന് ശേഷം പിന്നെ വിളിയും പറച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല. യാതൊരു സംസാരമോ ഫോൺ കോളുകളോ ഒന്നുമില്ല. ആദ്യ കാലഘട്ടത്തിൽ കുറച്ച് വിളിക്കുമായിരുന്നു, പിന്നെ ആയപ്പോൾ ഒന്നുമില്ലാണ്ടായി. അങ്ങനെ എങ്ങനെ ഉണ്ടാവാണ്ടാവും? ആര് പറഞ്ഞാലും
ഇപ്പം ഏത് സ്പോൺസർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആര് തന്നെ പറഞ്ഞാൽ പോലും, ഭീഷണിപ്പെടുത്തിയാൽ പോലും സ്വന്തം കയ്യിലൊരു ഫോൺ ഇരിക്കുവാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത് ആരെയാണ് വിളിക്കേണ്ടത് വിളിക്കേണ്ടാത്തതെന്നൊക്കെ. കാരണം നമ്മുടെ കയ്യിൽ ഫോണും ഉണ്ട്, സിമ്മും ഉണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെ കിട്ടിയിട്ടേക്കല്ലല്ലോ, നമ്മുടെ കയ്യിൽ ഫോണും ഇല്ല, സിമ്മും ഇല്ല എന്നിരിക്കട്ടെ, വേറൊരാളുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ടോ സിമ്മ് മേടിച്ചിട്ടോ വിളിച്ചുകൂടെ? ഇത്രയും പ്രാപ്തിയുള്ളൊരു സ്ത്രീയാന്ന് ഓർക്കണം. ഒട്ടും പ്രാപ്തിയില്ലാത്തൊരു സ്ത്രീയല്ല. ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ അന്യരാജ്യത്തേക്ക് പോയാണ് ഒരു സ്ത്രീയാന്ന് ഓർക്കണം. ഇത്രയും പൈസയും കൈ പിടിച്ചുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് വീട്ടിൽ വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്താണ്? ഇയാൾ നേരെ പിടിച്ച് കെട്ടിയിട്ടേക്കല്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പോയ നിമിഷപ്രിയ ഭാര്യ, ഈ പറയുന്ന ഭർത്താവിനെയും കുഞ്ഞിനെയും മറന്നുപോയിട്ട് ഇവർ തലാലുമായിട്ടൊരു ലിവിങ് ടു അതർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം, ആ ഒരു ലൈഫിലോട്ട് അവർ പോയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഇവരെ വിളിക്കാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ ഒരു ലൈഫിൽ അവരെ എൻജോയ് ചെയ്ത് അങ്ങനെ നടന്നു. അന്നേരം തലാലിൻ്റെ കയ്യിൽ നിറച്ച് പൈസ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ തലാലാണ് ലോകം എന്ന് വിചാരിച്ച് ഇവരങ്ങ് നടന്നു. അതായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. അത് എൻ്റെ ഊഹം മാത്രമാണ് കേട്ടോ. ഇയാൾ പറയുന്നത്, അതായത് നിമിഷപ്രിയയുടെ ഭർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരത്തിനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി തടങ്കലിൽ വെച്ചിട്ട് വിളിപ്പിക്കാണ്ടിരിക്കുമായിരുന്നു എന്ന്. അങ്ങനെയൊന്നാണെന്ന് ഒരിക്കലും നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും? അത് അന്യനാട്ടിലാണെന്ന് ഓർക്കണം. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഈ സ്വപ്നലോകത്തിരിക്കുന്ന പോലെ ഒന്നല്ല. ഇപ്പം നമ്മളൊക്കെ അന്യനാട്ടിലാണ് നിൽക്കുന്നത്, അന്യരാജ്യത്താണ് നിൽക്കുന്നത്. ഇവിടെ ഒന്നും ആർക്കും അങ്ങനെ തടങ്കിലാക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ വേറൊരു നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതാണെങ്കിൽ പോലും നമ്മളൊരു ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് ഫോൺ ചെയ്താൽ ഉടനടി പോലീസ് വരും. ഇപ്പം ആംബുലൻസിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആംബുലൻസ് വരും. ഇവിടെ കിടന്ന് കരഞ്ഞൊച്ചെടുത്ത് കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം വന്ന് അവരാണെങ്കിലും പോലീസിനെ വിളിച്ച് അറിയിച്ച് അതിനൊരു എന്താണ് പരിഹാരം വേണ്ടത് അത് ഉണ്ടാക്കും. അപ്പം തന്നെ എല്ലാം നമ്മൾ ക്യാമറയുടെ കണ്ണിലാണ്. അന്യരാജ്യത്ത് അങ്ങനെ ഒരു പ്രത്യേകത, ഫുൾ ടൈം നമ്മൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തെറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് പേടിക്കണം. അതുകൊണ്ട് നമ്മളൊരു തെറ്റും പറ്റുമെങ്കിൽ ഒരു തെറ്റും നമ്മുടെ കൊണ്ട് ഒരു അബദ്ധം പോലും പോട്ടെ, ഒരു വേസ്റ്റ് പേപ്പർ പോലും താഴെ ഇടാണ്ട് അല്ലെങ്കിൽ ഒന്ന് കാർപ്പിച്ച് പോലും തുപ്പാണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നടക്കുന്ന ഒരു രീതിയായിരിക്കും അന്യനാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മാത്രമല്ല നിമിഷപ്രിയ CEO ഓഫ് ദി ഹോസ്പിറ്റലാണെന്ന് ഓർക്കണം. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണത്. കാരണം നിമിഷപ്രിയ നേരത്തെ ഒരു ക്ലിനിക്കിലാണ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വരെ പ്രഷർ വന്ന് ഈ നിമിഷപ്രിയയ്ക്ക് ഈ ഹോസ്പിറ്റൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലിനിക്കിന് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ ഭീഷണിയായിട്ട് നിമിഷപ്രിയ അവർക്ക് 30% ഇവിടുത്തെ പ്രോഫിറ്റ് കൊടുക്കാൻ വരെ എഗ്രിമെൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഹ്യൂജ് എമൗണ്ട് വരെ വെച്ച് കളിച്ചുകൊണ്ടിരുന്ന, അത്രയും പ്രോഫിറ്റ് കൈപ്പറ്റിക്കൊണ്ടിരുന്ന ഒരു CEO ആണെന്ന് ഓർക്കണം നിമിഷപ്രിയ. അല്ലാണ്ട് ഒന്നും അറിയാത്ത കൈക്കുഞ്ഞൊന്നുമല്ല. അത്യാവശ്യം കഴിവും വിവരമുള്ള ഒരു സ്ത്രീയാണ്. അതല്ലാണ്ട് ഒന്നിനും കഴിവില്ലാത്ത ഒരു സാധാരണ ഒരു ജോലിക്ക് വീട്ടിലൊക്കെ ഗതാമയായിട്ട് പോയിരിക്കുന്ന ആ ഒരു ലെവലിൽ നിങ്ങൾ ആരും നിമിഷപ്രിയയെ കാണരുത്. ഒരു ചെറിയ തുക്കട ജോലി ചെയ്യുന്ന അങ്ങനെ പോയിരുന്ന ആൾക്കൊരു കഴിവുണ്ടാവില്ല, അവിടെ ഒരു ഹോൾഡ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ CEO, ഒരു കമ്പനിയുടെ CEO ആകുമ്പോൾ എത്ര കോളുകൾ ചെയ്യേണ്ടി വരും, എത്ര ആൾക്കാരോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഒളിപ്പിച്ച് വെക്കാനോ അതല്ലെങ്കിൽ CEO തട്ടിക്കൊണ്ടുപോയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ കൊണ്ട്. അവരുടെ ഇഷ്ടപ്രകാരമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ആ ഹോസ്പിറ്റലിന് വേണ്ടി വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ പേഴ്സണൽ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഓൾറെഡി ഉണ്ട്. അവർക്ക് അവരുടേതായ ഒരു സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അറിവിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ നിമിഷപ്രിയ സ്വയം വിചാരിക്കുകയാണ് വീട്ടിലൊന്നും വിളിക്കണ്ട, ഇനി ഭർത്താവിനൊന്നും വിളിക്കൊന്നും വേണ്ട, മക്കളെ കാര്യങ്ങളൊക്കെ അയാൾ വേണ്ടി നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ പണവും കാര്യങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ട് നിമിഷപ്രിയ ഒന്ന് കണ്ണ് മഞ്ഞളിച്ച് പോയി. അത് കുറവായി നമുക്ക് അന്വേഷിക്കാൻ അറിയുന്ന ആൾക്കാരെല്ലാം കയറി പോകും. ഇത് പിന്നീടാണ് എന്നെ 26 സിംറ്റം. ഒരു സെക്കൻഡ്, ഒരു നിമിഷം. അതായത് ഹോസ്പിറ്റൽ അത് തുടങ്ങിയോ നിങ്ങളുടെ പ്ലാൻ അനുസരിച്ച്? പ്ലാൻ എടുത്തിട്ട് 2015 മാർച്ച് ഏപ്രിൽ മാസം ഹോസ്പിറ്റലിൽ തുടങ്ങി. ഹോസ്പിറ്റലിൽ തുടങ്ങാൻ വേണ്ടി 75 ലക്ഷം രൂപയോളം സ്വരൂപിച്ച് കൊടുത്ത ഒരാളാണ് ഇദ്ദേഹം. ഹോസ്പിറ്റൽ അവർ തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതിനെ പിന്നെ വിളിയില്ല. 26 സിമ്മിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയ എന്നാണ് പറയുന്നത്. സിം ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇവിടെ നമ്മൾ നാട്ടിലേക്ക് നെറ്റ് നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ പല നമ്പറുകളാണ് കാണിക്കുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കും, ഇദ്ദേഹത്തിന് അത് അറിയില്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഓരോ കാർഡുകൾ മേടിച്ചിട്ട് വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്, നെറ്റ് കോളാണത്. അപ്പോൾ പല നമ്പറുകളാണ് കാണിക്കുന്നത്. അതായത് കട്ട് ചെയ്യുമ്പോൾ വേറൊരു ആ ഒരു കാർഡ് തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വേറൊരു നമ്പർ ആയിരിക്കും കാണിക്കുക. ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ ആയിരിക്കും, പുള്ളിക്ക് തോന്നലായിരിക്കും 26 സിമ്മിൽ നിന്നൊക്കെ വിളിച്ചത് പുള്ളിയുടെ തോന്നലായിരിക്കും. മേ ബി ഈ പറയും പോലെ നെറ്റ് കോൾ ആയിരിക്കണം അത്. എന്തായാലും പുള്ളിക്കാരത്തി വിളിയും പറച്ചിലൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പൈസ കൊടുത്തുള്ള ചങ്ങാതി ആ ഹോസ്പിറ്റലും കണ്ടിട്ടില്ല, യാതൊന്നും കണ്ടിട്ടില്ല. ഒന്നും പുള്ളിക്ക് സത്യം പറഞ്ഞാൽ എവിടാണ് എന്താ തുടങ്ങിയെന്ന്
പുള്ളിക്ക് അതിനെക്കുറിച്ച് യാതൊരു വിവരവും ഈ നിമിഷപ്രിയ കൊടുത്തിട്ടില്ല. ചുരുക്കത്തിൽ ഏപ്രിൽ തുടങ്ങി നന്നായിട്ട് മുമ്പോട്ട് പോയോ? അത് അങ്ങനെ പോകുന്നെന്ന് അറിയിക്കാനുള്ള വഴിയില്ല. പൈസ കൊണ്ട് തരുന്നുണ്ടാവും. കാരണം ഇങ്ങോട്ട് പിന്നീട് വൈഫ് ഇങ്ങോട്ട് ചേട്ടനെ വിളിക്കാതെ അല്ലേ? ആ വിളിക്കാറൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണതയിൽ പിന്നീട് വിളിക്കാതിരിക്കുന്ന പറഞ്ഞ എല്ലാവരും. അതായത് ഹോസ്പിറ്റൽ റൺ ചെയ്ത് പൈസ ഉണ്ടായി തുടങ്ങിയപ്പോ ആ സ്പോൺസറുടെ സ്വഭാവം മാറി. തീർച്ചയായിട്ടും അതൊക്കെ വൈകിയാണ് അറിയണം. പിന്നീട് ഈ ഭാര്യ, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വിളിക്കാതെ, തീർച്ചയായും വിളിക്കാതായതല്ല, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ അതല്ല കഥ. പുള്ളി വിളിപ്പിക്കാതിരുന്നതാണ്. തീർച്ചയായിട്ടും. എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെ എന്തിനാണ് വിളിപ്പിക്കാണ്ടിരിക്കേണ്ടത്? എനിക്കത് മനസ്സിലാവുന്നില്ല. എന്തായാലും അതിന് പുള്ളി പറയുന്ന ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ദയവായിട്ട് നിങ്ങളിതൊന്ന് കേൾക്കണം. ആ എക്സ്പ്ലനേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും കേൾക്കേണ്ടതാണ്, അതും മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഞാൻ ഒന്ന് പറഞ്ഞെന്ന് നിങ്ങൾ പറയരുത്. നിമിഷപ്രിയയുടെ ഭർത്താവ് തന്നെ പറയുകയാണ്. അതിനകത്ത് ചോദ്യകർത്താവ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യത്തിന് വലിയ പ്രസക്തി തന്നെ ഈ ഒരു കഥയിൽ ഉണ്ട്. അതായത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം യുദ്ധം വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും കയറി പോയല്ലോ, എല്ലാ രാജ്യക്കാരും കയറി പോയി. അതിന് അപ്പം ഞാനിപ്പോ അവിടെ ഇല്ലല്ലോ. അപ്പൊ ഈ ഹോസ്പിറ്റലും ഈ സാമ്പത്തികം എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിട്ട്. അത് ശരി. ഈ സ്പോൺസറായ ഇയാൾക്ക് ഈ ഹോസ്പിറ്റലും സാമ്പത്തികം ഒക്കെ വേണമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഭാര്യ അയാൾ നോക്കിയിരുന്നു. തീർച്ചയായിട്ടും. എന്നിട്ട് സ്പോൺസറായിട്ടുള്ള ആ വ്യക്തിക്ക് ഈ ഹോസ്പിറ്റൽ വേണമായിരുന്നു. ഓൾറെഡി ആ ഹോസ്പിറ്റൽ ആ വ്യക്തിയുടെയാണ്, തലാലിൻ്റെയാണ് ആ ഹോസ്പിറ്റൽ. അവിടെ ആദ്യമേ പറയുന്നത് കേട്ടല്ലോ, ആ രാജ്യത്ത് ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം അവിടെ ആ നാട്ടിൽ തുടങ്ങണമെങ്കിൽ അവിടുത്തെ രാജ്യത്തെ പൗരൻ്റെ സ്പോൺസർഷിപ്പ് വേണം. അപ്പോൾ ഓൾറെഡി ആ പൗരൻ്റെ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ. പിന്നെ എന്തിനാണ് ആരുടെ കയ്യിൽ നിന്നാണ് തട്ടിപ്പറിച്ചെടുക്കേണ്ട ആവശ്യം? അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടാണ് ഇങ്ങോട്ട് എന്നെ അധികം നേരം ചോദിക്കുന്ന ഉത്തരം തരാനോ സാധിക്കാത്ത കുറച്ച് കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പുള്ളി ഈ പറയുന്ന നിമിഷപ്രിയക്കാണ് അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റൽ ലാഭത്തിലാവുകയും വേറൊരു ക്ലിനിക്കിൽ നിന്ന് തന്നെ ഈ ഒരു ഹോസ്പിറ്റലിനെതിരെ കേസ് ഫയൽ ചെയ്യും. പിന്നെ അവർ ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി 30% ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ലാഭം ആ പറയുന്ന ക്ലിനിക്കിന് കൊടുക്കാമെന്ന് നിമിഷപ്രിയ ഏറ്റിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ഓർക്കണം. എന്നിട്ട് പുള്ളി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ. പുള്ളി പറയുന്നത് സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ സ്പോൺസറായിട്ടുള്ള ഒരാൾ ഈ ഹോസ്പിറ്റൽ അതായത് ഞാൻ തന്നെ വീടിൻ്റെ ഓണർ, ഞാൻ തന്നെ വീട് തട്ടിയെടുക്കാൻ പോവാ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് തന്നെ ഒരു അവസ്ഥ. അതായത് ആ ഓണർ തന്നെ, എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനൊക്കെ എന്ത് ലോജിക്കാണ്, ഇതിനൊക്കെ മറുപുറം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം പശ്ചിമ ഒരു 2 മാസം ഹോസ്പിറ്റൽ തുടങ്ങി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 2-3 ദിവസമായിട്ടും ഞങ്ങൾക്ക് ഫാർമസി സ്റ്റാഫ് ഉണ്ട്, ലാബ് സ്റ്റാഫ് ഉണ്ട്, അതുപോലെ തന്നെ നഴ്സുമാരുണ്ട്. അതിനകത്ത് ക്യാഷ് ഉണ്ടായിരുന്നു. ക്യാഷ് എടുത്ത് പൈസ എടുക്കാൻ പറ്റുന്ന ഇപ്പൊ പൈസ ഇല്ല, കുറച്ചേ ഉള്ളൂ. ബാക്കി എന്തിന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് അവരെടുത്തു. ഈ പറഞ്ഞ എടുത്തു എന്ന് പറയും. ഈ പറയുന്ന CEO ആയിട്ടുള്ള നിമിഷപ്രിയയുടെ കീഴിലുള്ള ഹോസ്പിറ്റൽ, നിമിഷപ്രിയയാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പോൺസറായിട്ട് നമ്മുടെ തലാൽ ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് ഈ പൈസ മൊത്തം എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മൾ ഈ വഴിപോക്കനായിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഓടി വന്നിട്ട് നമുക്ക് ഇങ്ങനെ പൈസ എടുക്കാൻ പറ്റുമോ? അവിടെ ഓൾറെഡി ആ സ്റ്റാഫുകളൊക്കെ ഇവരാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് ആ സ്റ്റാഫുകൾക്ക് ഓരോരുത്തർക്കും അറിയാം നിമിഷപ്രിയയുടെ ഹോസ്പിറ്റലാണെന്നും തലാൽ അവിടുത്തെ സ്പോൺസറാണെന്നും അറിയാം. അപ്പോൾ തലാൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ തന്നെ നിമിഷപ്രിയയുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ആൾക്കാർ പിടിച്ചോ പൈസ എന്ന് പറഞ്ഞ് കൊടുക്കുമോ? നമ്മളിപ്പോൾ ഒരു ചായക്കട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏതെങ്കിലും ഒരു നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ സ്റ്റാഫും നമ്മുടെ ഈ ഒരു ചായക്കട നടത്താൻ വേണ്ടി എവിടെന്നെങ്കിലും നമ്മൾ മണി ലെൻഡിങ്ങിന് വേണ്ടി എടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ നടത്തിക്കൊണ്ടിരുന്ന ചായക്കടയിലെ ഒരു സ്റ്റാഫ് ആ മണി പൈസ പലിശയ്ക്ക് ആരെങ്കിലും പലിശ പിരിവുകാരനോ വട്ടിപ്പലിശക്കാരനോ താഴെ വന്നിട്ട് ഇങ്ങോട്ട് താട്ടേന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? ഇല്ല, കൊടുക്കില്ല. ആ മൊത്തം ലാഭം എടുത്ത ഒരു ദിവസത്തെ ലാഭമൊന്നും ആരും കൊടുക്കില്ല. കറക്റ്റായിട്ടുള്ള ഒരു പലിശ പിരിക്കാൻ വരുമ്പോൾ അതിൻ്റെ ഒരു തുകയുണ്ടാവും. ഇപ്പോൾ ഒരു 10,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപ മാത്രമേ വെച്ച് കൊടുക്കത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ മാസം വെറും സ്പോൺസർഷിപ്പിൻ്റെ മാത്രം ബന്ധമാണ് ഇവർ തമ്മിലുള്ളതെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു മാസമായിരിക്കും ചിലപ്പോൾ ഒരു പൈസ ഈ സ്പോൺസർക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ടാവും. അത് കൊടുത്തിട്ടുണ്ടാവും തലാലിന്. അതിൽ കൂടുതൽ കൈയിട്ട് വരാനുള്ള ഒരു അധികാരമൊന്നും തലാലിന് ഉണ്ടായിട്ടുണ്ടാവില്ല. തലാലിന് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിമിഷപ്രിയ ഓൺ ദ സ്പോട്ട് നിയമപരമായിട്ട് അവനെ ലോക്ക് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അതിന് അവിടുത്തെ ഗവൺമെൻറ് ഈ നിമിഷപ്രിയയുടെ മാത്രം കേട്ടിട്ട് അവർക്കേ സപ്പോർട്ടും ചെയ്യത്തുള്ളൂ. ഇനി നമുക്ക് നേരെ തിരിച്ച് ഇവർ പറയുന്നതിൻ്റെ നേരെ ഉൾട്ട ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ ഹോസ്പിറ്റൽ തുടങ്ങാൻ മേജർ ഫണ്ട് മുടക്കിയത് ഈ പറയുന്ന തലാലാണെങ്കിലോ? അപ്പോൾ
അങ്ങനെയാണെങ്കിൽ തലാലല്ലേ ആ മേജർ പ്രോഫിറ്റ് എടുക്കേണ്ട ആള്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ തലാല അതിൻ്റെ മേജർ പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിച്ചത്. അപ്പം നിമിഷപ്രിയയ്ക്ക് അതിനകത്ത് എതിർപ്പുണ്ടായിട്ടുണ്ടാവാം, നിമിഷപ്രിയ അതിനെ ചൊല്ലി വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ഇയാളാണ് ഫണ്ട് മുടക്കിയതെങ്കിലും നിമിഷപ്രിയയ്ക്ക് കൂടുതൽ എമൗണ്ട് വേണമെന്നും നിമിഷപ്രിയയാണ് ഈ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്തതെന്നും പറഞ്ഞ് നിമിഷപ്രിയയെ ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആവാമല്ലോ, അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാമല്ലോ, അങ്ങനെ ഇടയ്ക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം നമ്മൾ. ഇതിനകത്തൊക്കെ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ഭാര്യ ഭർത്താവ് എങ്ങനെ ഉണ്ടായി? അല്ല, ഇതാണോ തുടക്കം? അപ്പൊ അങ്ങനെ നിങ്ങൾ ഓർക്കണം, അപ്പോൾ 2 മാസമൊക്കെ ആയിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഈ പറയുന്ന തലാൽ ആദ്യത്തെ പ്രോഫിറ്റ് എടുത്തപ്പോൾ തന്നെ നിമിഷപ്രിയ അവിടെ ചോദ്യം വന്നു, എന്തിനാണ് എൻ്റെ പൈസ തലാൽ എടുക്കുന്നതെന്നൊരു ചോദ്യം വന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആ ഒരു മാനേജറായിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ മാനേജറായിട്ടുള്ള ആൾ പറഞ്ഞത്രേ, എന്തോന്ന് ഹസ്ബൻഡും വൈഫും അല്ലേ, പിന്നെ ഭാര്യ എടുത്താലെന്താ ഭർത്താവ് എടുത്താലെന്താന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം വരാൻ കാരണം എന്താണ്, അങ്ങനെ ഭാര്യയല്ലേ ഭർത്താവല്ലേ എന്നൊരു തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താണ്, അവിടെ സ്റ്റാഫായിട്ടുള്ള മാനേജർക്ക് വരെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താണെന്നാണ് ഈ ആങ്കർ ചോദിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമല്ലേ, നമ്മുടെ എല്ലാ മനസ്സിൻ്റെ അകത്ത് അങ്ങനെ ഒരു ചോദ്യം വരത്തില്ലേ. 2 മാസമായിട്ടുള്ളൂ സ്പോൺസർഡ് ആയിട്ട്, അപ്പോൾ അത്രയും ഇടപഴകിയിട്ടായിരിക്കുമല്ലോ അവർക്ക് വരെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാഫിന് അങ്ങനെ ഒരു തോന്നൽ വരുമോ? ആ രീതിയിലുള്ള ബന്ധമായിരിക്കും അവർ കണ്ടിട്ടുണ്ടാവുക. ചുറ്റുമുള്ളവർക്കും അങ്ങനെ തോന്നാൻ സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? നിമിഷപ്രിയ തന്നെയാണ്. അപ്പോൾ എന്തായാലും നോക്കാം. എന്റെ ഭർത്താവും കൊച്ചു നാട്ടിലുണ്ട്, ഇവ എന്റെ ഭർത്താവ് അല്ലല്ലോ. അപ്പൊ എങ്ങനെയാന്ന് പറഞ്ഞ അപ്പൊ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കമായി ബഹളമായി, ക്യാഷറുമായിട്ടല്ല ഭാര്യയും ഈ തലാലുമായിട്ട്. അപ്പൊ അങ്ങനെ തർക്കവും ബഹളവും ഒക്കെ ആയിട്ട് കൊണ്ട് ഭാര്യ കൊണ്ട് കേസ് കൊടുക്കും. കേസ് കൊടുത്തു? തീർച്ചയായും. എങ്ങനെ കേസ് കൊടുത്തു? ഏത് രീതിയിലാണ് എന്ന് പറഞ്ഞാൽ എന്റെ പണം വഴി എടുത്തിട്ട് പോകണോ ഇതിന് ഇതുപോലെ പറഞ്ഞു മറ്റേ ഭാര്യ അങ്ങനെ തെളിവുണ്ടോ അങ്ങനെ കേസ് കൊടുത്തത്? എങ്ങനെ കേസ് കൊടുത്തതിന് ഭാര്യ അവിടെ ഇവനിങ്ങനെ ചെയ്യുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, എന്റെ പൈസ അടിച്ചു മാറ്റുന്നു എന്നുള്ള കേസ് കൊടുത്തതിന് തെളിവല്ലോ? അത് വൈഫിന്റെ കയ്യിലുണ്ടാവും. വൈഫ് പറഞ്ഞറിവാണ്? പറഞ്ഞറിവുകൊണ്ട് വേറെ ആൾക്കാർ പറഞ്ഞറിവ്. ശരി, എന്നിട്ട് തീർച്ചയായിട്ടും അപ്പം അതിനുശേഷം ഈ പൈസ സത്യത്തിൽ നിമിഷപ്രിയ വിചാരിച്ചിട്ടുണ്ടാവും ലിവിങ് റിലേഷൻഷിപ്പിൽ ഇങ്ങനെ പോവാം, ഭർത്താവും കുഞ്ഞും നാട്ടിൽ അവരവിടെ ഉണ്ട്, അവരിവിടെ കൊണ്ടുവന്നാൽ പോലും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ തലാൽ ഈ ഒരു മെജോറിറ്റി എമൗണ്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം അയാളാണ് ഹ്യൂജ് എമൗണ്ട് മുടക്കിയിട്ടുണ്ടാവുക. ഈ പറയുന്ന പോലെ അറബികളുടെ കയ്യിലൊന്നും എല്ലാവരുടെയും കയ്യിൽ പൂത്ത പണമുള്ള ആൾക്കാരൊന്നും അല്ലായിരിക്കും. ചില ആൾക്കാരെങ്കിലും നമ്മളെ നാട്ടിൽ സാധാരണക്കാരുണ്ടല്ലോ, അതുപോലുള്ള ടീംസും ഈ അറബികളുടെ ഉണ്ടാവും. എല്ലാവരും അങ്ങ് ലക്ഷം പണക്കാരൊന്നും അല്ല. അപ്പോൾ ഇയാൾ ചിലപ്പോൾ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലൊക്കെ തുടങ്ങാൻ നിമിഷപ്രിയയെ വിശ്വസിച്ചിട്ട് അയാളെ എമൗണ്ട് ഇറക്കിയത് എങ്ങനെ ആയിരിക്കും? അയാൾ ചിലപ്പോൾ വല്ല ലോൺ എടുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എവിടെന്നെങ്കിലും ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ അവിടെ നിന്നും ലോൺ എടുത്തിരുന്നു, അവിടെ നിന്നും പല സ്ഥലത്തുനിന്നും ആൾക്കാരിൽ നിന്ന് പൈസ മേടിച്ചിരുന്നു. അത് ചിലപ്പോൾ നിമിഷപ്രിയ ആയിരിക്കില്ല വാങ്ങിച്ചിട്ടുണ്ടാവുക, തലാലായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. തലാലിൻ്റെ കെയർ ഓഫിലായിരിക്കും അങ്ങനെയുള്ള എമൗണ്ടുകൾ ഈ ഒരു ഹോസ്പിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അത് തിരിച്ചടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കും തലാൽ അവിടെ ഒന്ന് പൈസ എടുത്തിട്ട് പോകുന്നുണ്ടാവുക. അതുകൊണ്ടായിരിക്കും തലാലിന് ഇത്രയും ആവശ്യം വന്നിട്ടുണ്ടാവുക പൈസയ്ക്ക്. കാരണം ഇത്രയും ഹ്യൂജ് എമൗണ്ട് മുടക്കിയേക്കല്ലേ. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ കടങ്ങളെല്ലാം അടച്ചു തീർക്കാമെന്നുള്ള ഒരു മോഹന വാഗ്ദാനമായിരിക്കാം നിമിഷ കൊടുത്തിട്ടുണ്ടാവുക. ഇതൊക്കെ നമ്മളെ തോന്നലാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളായിട്ടുണ്ടാവും. ഓൾറെഡി ലിവിങ് ടുഗദറിൽ താമസിച്ച ആൾക്കാർ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവൾ ഇങ്ങനെ പറഞ്ഞൊരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ, അതായത് ഈ ഹോസ്പിറ്റലിൽ കെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവർക്ക് ലാഭമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ തലാൽ വേണ്ട എന്നുള്ളൊരു ചിന്താഗതി നിമിഷയ്ക്ക് ഏതോ ഒരു നിമിഷം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോഴായിരിക്കും നിമിഷ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ കൊടുക്കത്തുള്ളൂ. അന്നേരമാണ് പറയുന്ന തലാൽ പറഞ്ഞ എൻ്റെ ഭാര്യയാണ് ഇവള് എന്ന് തലാൽ ആ ഒരു നിമിഷമായിരിക്കും പറയാം. അല്ലാണ്ട് അറബികൾ ആരും അങ്ങനെ ഭാര്യയായിട്ട് ഈ വേറെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സെറ്റപ്പ് ഒരു കീപ്പ് ഒക്കെ ആയിട്ട് അവർ ചിലപ്പോൾ കൊണ്ടുനടക്കുമായിരിക്കും. ഒരിക്കലും ഭാര്യയായിട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോവുക, സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമോ? ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ? ഇപ്പോൾ ഈ പറയുന്ന ഭാര്യയായിട്ട് അംഗീകരിക്കുമ്പോൾ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നിയമപരമായിട്ട് സർട്ടിഫിക്കറ്റുകൾ കള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ പോലും ഉണ്ടാകുമ്പോൾ വേറൊരു വിഷയമുണ്ട്. തലാലിൻ്റെ സ്വത്തിന് അവകാശിയാവുകയാണ് ഭാര്യയായിട്ട് ലീഗലി നമ്മൾ ഇതൊക്കെ ആവുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഏതെങ്കിലും അറബി തയ്യാറാവോ? എനിക്കറിയില്ല. ഇവർ പറയുന്ന ഒരു കുക്ക്ഡപ്പായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി അല്ല. എന്ത് സ്റ്റോറിയാണോ എന്തോ. ഒരാളെ രക്ഷിക്കാൻ പോലും ഇങ്ങനെയൊക്കെ കള്ളം പറയുമോ ആൾക്കാർ? എനിക്കറിയത്തില്ല.
പിന്നെ എന്നെ കുഴപ്പം നോക്കാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവള് പറഞ്ഞ അല്ല നമ്മപ്പൊരു അതിന്റെ രേഖ കാണിക്കുന്നു. അങ്ങനെ ഈ രേഖ കാണിക്കാൻ പോലീസുകാരോട് പറഞ്ഞപ്പോ രേഖ കാണിക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാം വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് എല്ലാ രാജ്യക്കാരും കയറി പോയി, ഇന്ത്യക്കാരും എല്ലാവരും പോയപ്പം ഇവള് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ വന്നപ്പോ ഇവനടുത്തൊരു ഇതാണ്. എന്താണ്? അതായത് ഈ നമ്മള് കല്യാണം കഴിക്കുവാണെങ്കിൽ ഇതല്ലാണ്, കഴിക്കാതെ എന്തായാലും എടുക്കാൻ പറ്റുമോ? എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ? അതെ. അപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് ഇപ്പം മാക്സിമം ഇവരോട് ആ രീതിക്കാണ് നാട്ടുകാർക്ക് പോകാൻ പറയുന്നത്. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഭാര്യ ആവില്ലല്ലോ. അത് ഇവിടെയാണ്. പക്ഷെ അവിടെ അങ്ങനെ പറഞ്ഞിട്ടാണ്. ഏകദേശം 2015 ആ ഒരു 75 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ യമനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 18-20 ലക്ഷം രൂപയുടെ അടുപ്പിച്ചേ വരത്തുള്ളൂ. അതും വെച്ചിട്ട് ഒരാൾക്ക് ഹോസ്പിറ്റൽ തുടങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലത്തെ ഒരു രാജ്യത്ത് ഹോസ്പിറ്റൽ തുടങ്ങണം, സ്പോൺസറിന് പൈസ കൊടുക്കണം, അപ്പോൾ അതിന് സ്ഥലം വാങ്ങിക്കണം, ഒരു ബിൽഡിങ് റെൻ്റ് ഔട്ടായിട്ട് എടുക്കണം, അവിടുത്തെ സ്റ്റാഫുകളെ നിർത്തണം, എക്യുപ്മെൻറ്റ്സ് മേടിക്കണം, എന്തോരം ചിലവുകൾ ഉണ്ടാവും. അതുപോലെ ഫർണിഷ് ഒക്കെ ചെയ്തെടുക്കണ്ടേ? ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഫർണിഷ് ചെയ്ത് കിട്ടത്തൊന്നുമില്ല. അങ്ങനെ കിട്ടിയാൽ തന്നെ അതിനുള്ള എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരത്തില്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുമ്മാ ഒരു ഈസി ആയിട്ട് പറഞ്ഞു ഒപ്പിക്കുന്ന കാര്യങ്ങളല്ല. അപ്പം യമനി പൗരൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതും മാത്രമല്ല, ഇവർ തമ്മിലൊരു ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. അതിനെ തുടർന്നാണ് പിന്നീട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹം ഇതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ തുടങ്ങിയതിനൊക്കെ ശേഷം ഈ പറയുന്ന തലാലും നിമിഷപ്രിയയും ജയിലിലൊക്കെ കിടന്നിട്ടുണ്ട്. ഏകദേശം 7 മാസത്തോളം ജയിലിലൊക്കെ കിടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് എന്തിൻ്റെ പേരിലാണെന്ന് അറിയാമോ? ഇവർ വിവാഹം കഴിക്കാണ്ട് ഒരുമിച്ച് ലിവിങ് ടുഗദർ ആയിട്ട് താമസിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു കേസും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ പേരിലാണ് പിന്നീട് ഇവർക്ക് വിവാഹമൊക്കെ കഴിക്കേണ്ടി വന്നതും അങ്ങനെ രേഖകൾ ഉണ്ടാക്കേണ്ടിയായിട്ട് വന്നിട്ടുള്ളത്. അതല്ലാണ്ട് ഫേക്കായിട്ട് ഉണ്ടാക്കിയതല്ല. ഇവർ ആ ഒരു വിഷയത്തിനെ തുടർന്ന് വിവാഹം കഴിക്കുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുമായിരുന്നു, കോടതിയിൽ ഹാജരാക്കുമായിരുന്നു. പിടിച്ചത് ഇമ്മോറൽ ട്രാഫിക്കിനാണ്. അതിനുശേഷമാണ് ഇവർ വിവാഹം കഴിക്കുകയും കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയൊക്കെ ചെയ്ത്. എന്തുകൊണ്ടായിരിക്കും? വെറുതെ ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു സിഇഒനെയും അതുപോലെ ഒരു സ്പോൺസറേയും വെറുതെ പിടിച്ച് അങ്ങനെ ഇമ്മോറൽ ട്രാഫിക്കിന് ചുമ്മാ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് 7 മാസം ജയിലിൽ കിടത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടാവുക? അത്രയ്ക്കും നിമിഷപ്രിയനെയും കിടത്തി ഇവനും ജയിലിൽ കിടക്കുന്ന രീതിയിൽ തലാല് പ്രവർത്തിക്കുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ചാൻസ് ഇല്ല. ഇവർ യാദൃശ്ചികമായിട്ട് കേസിൽ പിടിക്കപ്പെട്ടതാണ് ഇമ്മോറൽ ട്രാഫിക്കിന്. അങ്ങനെയാണ് ഇവർ കല്യാണം കഴിക്കുന്നതും അങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നതും അങ്ങനെയാണ് അത് കോടതിയിൽ ഹാജരാക്കുകയൊക്കെ ചെയ്യേണ്ടി വന്ന ആ സാഹചര്യം അതാണ്. പക്ഷെ ഇവരത് പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ വേറൊരു തലത്തിൽ നിമിഷപ്രിയനെ എന്തോ വലിയ സംഭവമായിട്ട് ആക്കുവാണ്. രേഖ കൊടുക്കണമല്ലോ. അതെ അതെ. അപ്പൊ ഇവന്റെ രേഖയില്ല. ഇവന്റെ രേഖ എന്താ പറഞ്ഞാൽ പുള്ളി അങ്ങ് വെള്ളം കുടിക്കുവാണ് കേട്ടോ. കാരണം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കല്ലേ, പുള്ളി ആകെ പെട്ടൊരവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു രേഖയില്ലാത്തതുകൊണ്ട് തലാല് ജയിലിൽ കിടക്കുവാണെന്നാണ് പറയുന്നത്. നിമിഷപ്രിയയും കൂട്ടുകാരും കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് തലാലാണ് ജയിലിൽ കിടക്കുന്നതെന്ന് പുള്ളി പറയുന്നത്. അവൻ രേഖ ഉണ്ടാക്കി, ആ കളർ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. അതിപ്പോ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. തീർച്ചയായിട്ടും. കാരണം ജയിലിൽ കിടക്കുന്ന സമയത്ത് രേഖ കൊടുക്കാൻ കല്യാണം കഴിച്ചിരിക്കുന്ന രേഖ കാണിക്കുമ്പോൾ ഒരാളുടെ സമ്മതം ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ രേഖ ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം ഇന്ത്യൻ നിയമം അനുസരിച്ച്, നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കാൻ പറ്റുമോ? ആ സ്ത്രീയുടെ സമ്മതമില്ലാണ്ട് ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒരു കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ അന്നേരം പറയണം എൻ്റെ ഭർത്താവൊന്നുമല്ല ഇയാളെന്ന് അന്നേരം പറയണം. എന്തുകൊണ്ട് നിമിഷപ്രിയ അത് പറയായിരുന്നത്? അന്നേരം താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടോ? ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അന്നേ പ്രശ്നം മണത്തെങ്കിൽ എന്താ ചെയ്യണ്ടേ? അന്നേ പ്രശ്നമാണ്. ഇത്രയും പ്രശ്നങ്ങൾ സ്റ്റാർട്ടിങ്ങിലേ വരുമ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ അന്നേ ഉപേക്ഷിച്ച് നാട്ടിലോട്ട് തിരിച്ചു കയറി പോരുമല്ലേ ചെയ്യേണ്ടത്? എന്തുകൊണ്ടും നിമിഷപ്രിയ അതിന് തയ്യാറായില്ല. അതിനുശേഷം ഇതുപോലെ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി എന്നാണ് പറയുന്നത്. കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ട് കോടതി അംഗീകരിച്ചില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനുശേഷം ഹനാൻ, ഇവരുടെ നിമിഷപ്രിയയുടെ കൂട്ടുകാരിയായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഹനാനും നിമിഷപ്രിയയും കൂടി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് തലാല് കുറേ നാൾ 7 മാസത്തോളം ജയിലിലൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് നിമിഷപ്രിയ വീട്ടിലോട്ടൊക്കെ വിളിക്കാറുണ്ടായിരുന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിനെല്ലാം തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം ഒരു ആരോപണം കൂടി ഇദ്ദേഹം പറയുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ആൾക്കാരെ ട്രീറ്റ് ചെയ്തു, അത് തിരിച്ചു തരണം, ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പോയി തിരിച്ചു തരണം. അതിന്റെ പണം വണ്ടി പോയി. അതെ, അത്
മെഡിസിൻ മേടിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോക്കിന് ആ ഒരു വിറ്റു. അപ്പം വിറ്റ് വന്നപ്പോ ബൈക്ക് ചോദിച്ചു വണ്ടി എന്തെങ്കിലും ചോദിച്ചു. അപ്പൊ വണ്ടി എന്തെങ്കിലും ചോദിച്ചപ്പോ വണ്ടി മറ്റേ വർക്ക്ഷോപ്പിലാണ് പോകുന്നത്. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോ അങ്ങനെ ഒരാള് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു സർവാധികാരം ഒരു സ്ഥലത്ത് നിങ്ങൾ കൊടുക്കാത്ത ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ കയ്യിൽ നിന്ന് അവർക്കൊരു മൗനാനുവാദം കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അതല്ലാത്ത പക്ഷെ ഒരാളും അങ്ങനെ കയറി വന്നിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയോ ഒന്നും ചെയ്യത്തില്ല. കാരണം ആ വണ്ടി മേടിച്ചിട്ടുണ്ടാവുന്നത് ഈ നിമിഷപ്രിയയുടെ പേരിലായിരിക്കുമല്ലോ. ഇവർ പറയണ ഇവരുടെ വണ്ടിയാണെന്ന് പറയുമ്പോൾ നിമിഷപ്രിയയുടെ പേരിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ പേരിലോ ആയിരിക്കുമല്ലോ ആ വണ്ടി അവിടെ ഉണ്ടാവുക. ഇപ്പം നാട്ടിൽ നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മുടെ വീടിൻ്റെ മുമ്പത്ത് ഇറങ്ങുന്നൊരു വണ്ടി നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ സമ്മതം കൊടുത്താൽ മാത്രമാണ് അയാൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. എടുത്തുകൊണ്ട് പോയാൽ തന്നെ അത് വിൽക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിടക്കണം നിങ്ങളുടെ വണ്ടി തന്നെ വിൽക്കണമെങ്കിൽ എന്തോരം പേപ്പേഴ്സും കാര്യങ്ങളും വേണം. എന്തോരം പേപ്പേഴ്സ് വേണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം, എല്ലാം വേണം. അതല്ലാണ്ട് വിൽക്കാനൊന്നും പറ്റത്തില്ല. ഇയാൾ പറയണ അത് എടുത്തുകൊണ്ട് പോയിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് വിറ്റു എന്നാവും. ചിലപ്പോൾ സ്ക്രാപ്പിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ വെച്ചാണ് ഈ പറയുന്ന നിമിഷപ്രിയ ബോധം കേട്ടോ അവിടെ വീണ് കിടക്കുന്നത്. ഒരറ്റത്ത് ഇയാൾ മരിച്ചു കിടക്കുന്നത്. അപ്പൊ ഇതിന് ശേഷം ഈ ഹനാൻ തന്നെയാണോ വില്ലേ കൊണ്ടുപോയിട്ട് ഇയാളെ പീസാക്കിയത്? ഹനാൻ എന്താ തലകൂടെ വണ്ടി ഓടുവാണോ? അത്രയ്ക്ക് റിസ്ക് എടുത്ത് നിമിഷപ്രിയനെ രക്ഷിക്കാൻ. ഒരറ്റത്ത് സിഇഒയുടെ ബോധം കെട്ട് ചത്ത പോലെ കിടക്കുന്നു, ഒരുത്തന്നെ അവിടെ ചത്ത് കിടക്കുന്നു സ്പോൺസർ. ഹനാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവോ? ജോളി നാളെ ഇറങ്ങി വന്നിട്ട് ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ, ഗ്രീഷ്മ നാളെ ഇറങ്ങി വന്നിട്ട് ഒരു ജ്യൂസ് കട തുടങ്ങുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇന്ത്യയിൽ നിന്ന് പിടിച്ചിട്ട് പോയിട്ടുള്ള പട്ടാളക്കാർ ഇപ്പോഴും അന്യ നാട്ടുകളിൽ കിടക്കുന്നുണ്ട്. അവരെയാണ് റിലീസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ സെല്യൂട്ട് അടിക്കാൻ സത്യം പറഞ്ഞു. പക്ഷെ ഇതിനൊന്നും പൈസ കൊടുക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞാൽ ഇന്ത്യൻ ജനതയ്ക്ക് ഇല്ല.